സോ ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കുറേ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ കുറിച്ചുള്ള ചില ന്യൂസുകളൊക്കെ കാണാനായിട്ട് സത്യമായിട്ട് ഇടയായി. അപ്പോൾ ILRൻ്റെ കേസാണല്ലോ അതിനകത്ത് കൂടുതലും പ്രതിഫലിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ന്യൂസുകൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റ് വന്ന് കാണും. എങ്ങനെയാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഗൂഗിൾ വഴി ഒന്ന് ഗൂഗിൾ മുത്തച്ഛൻ വഴി ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് വരാമെന്നൊക്കെയുള്ള രീതിയിൽ കയറി ഇറങ്ങി വന്നപ്പോൾ കുറച്ച് ഫ്രഷ് ന്യൂസുകൾ കണ്ടു. അതുമല്ല പിന്നെ നമ്മൾ ആഞ്ചല റയനാർ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ എന്തായാലും പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളൊക്കെ അങ്ങോട്ട് പറയാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പോസിറ്റീവാന്ന് പറയുമ്പോൾ ചിലർക്ക് താല്പര്യപ്പെട്ടില്ല പോയി, എന്നാലും കുഴപ്പമില്ല, കുറച്ച് നെഗറ്റീവ് ഇടാം, പേടിക്കട്ടെ. കമോ അത് പേടിക്കാൻ ചാനൽ ഇൻഫോർമേറ്റീവായിട്ട് കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഡിക്ഷനിലേക്ക് എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. സ്വാഗതം. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറൊക്കെ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ തന്നെ ഒരുപാട് നിയമങ്ങൾ നിലവിൽ വന്നു, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇല്ലെങ്കിൽ ഈ മാസങ്ങളിൽ ഇല്ലെങ്കിൽ വരുന്ന മാസങ്ങളിലൊക്കെ നിലവിൽ വരാൻ പോകുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനുള്ളൊരു ക്ലാരിറ്റി, ഇല്ലെങ്കിൽ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്ലാരിറ്റി അവർ തന്നിട്ടുണ്ട്. ആ ഒരു ക്ലാരിറ്റി അതാണ് നമ്മളിന്ന് വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ആഞ്ചല റയൻ അത് ഏറ്റവും ലാസ്റ്റ് പറയാം. അപ്പോൾ അതൊരു പോസിറ്റീവ് ന്യൂസ് ആണല്ലോ. അപ്പോൾ സമാധാനത്തോട്ട് അതും കേട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പിരിയാം. എന്തൊക്കെയാണ് 2026 ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറുമായിട്ട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മൾ അതായത് ഇമിഗ്രൻസ്, അതായത് നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അത് ഓർമ്മപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് 2026 ഫസ്റ്റ് ഹാഫ് നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ B2 ഇംഗ്ലീഷിൻ്റെ റിക്വയർമെൻറ്റ്, ന്യൂ അപ്ലിക്കൻറ്റ് ഫോർ സ്കിൽഡ് വർക്കർ സ്കെയിൽ അപ്പ് ആൻഡ് ഹൈ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസ മസ്റ്റ് പ്രൂവ് B2 ലെവൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസി. അത് ഓൾറെഡി വന്ന നിയമമാണ് എന്നുള്ള രീതിയിൽ ആണ് പറയുന്നത്. ഓക്കെ, അതുമാത്രമല്ല ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ സ്റ്റുഡൻറ്റ് വിസ കംപ്ലയൻസ്. ഓക്കെ, അതായത് സ്ട്രിക്റ്റർ, അതാണ് ജൂൺ 1 വന്ന കാര്യം. ജൂൺ 1 വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസ കംപ്ലയൻസ് ആണ് നിലവിൽ വന്നിരിക്കുന്നത്. അതായത് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സ്റ്റുഡൻറ്റ് വിസ പഴയ പോലെ ആയിരിക്കില്ല. തട്ടിക്കൂട്ട് തരികിട മറ്റേ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഇവർ പ്രോത്സാഹിപ്പിക്കില്ല. യൂണിവേഴ്സിറ്റികൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങൾ അവർ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ജൂൺ 1 നിലവിൽ വന്നു. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് UK വരുന്ന സ്റ്റുഡൻസ് മസ്റ്റായിട്ട് മനസ്സിലാക്കി മാത്രമേ ഇനി UK കാലെടുത്ത് വെക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് പൈസയും നഷ്ടമാവും. ഇനി സ്റ്റുഡൻറ്റ് വിസ കിട്ടാനുള്ള സാധ്യതയും കുറവായിരിക്കും. അതായത് തറവായിട്ടുള്ള ഇൻ്റർവ്യൂസ് ഇനി വളരെ നല്ല രീതിയിൽ കൂടാനായിട്ട് പോവുകയാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്കുള്ള പണിയാണ്. ദ ന്യൂ ബേസിക് കംപ്ലയൻസ് അസസ്മെൻറ്റ് BCA മെട്രിക്സ്. അതായത് ടു മെയിൻറ്റെയിൻ ദെയർ സ്റ്റുഡൻറ്റ് സ്പോൺസർ ലൈസൻസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മസ്റ്റ് പാസ് മാൻഡറ്ററി ആനുവൽ ഓഡിറ്റ്സ്. അതിനകത്ത് എത്ര സ്റ്റുഡൻസ് പഠിക്കാൻ വന്നു, എത്ര സ്റ്റുഡൻസ് നിങ്ങൾ ക്യാഷ് കൊടുത്തു, പൈസ മേടിച്ച് ഇനി ഇവിടെ വന്നിട്ട് അതിൽ എത്ര പേര് പാസ്സാവുന്നുണ്ട് എന്നുള്ളതൊക്കെ നോക്കും. അതിൽ എത്ര പേര് മറ്റേ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റുഡൻസിന് വരുമ്പോൾ ഇനി കോഴ്സ് അറ്റൻഡ് ചെയ്യാതെ ഉടായ്പ കളിച്ച് നടക്കുന്ന പരിപാടിക്കും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റ് വിസ കൊടുത്ത യൂണിവേഴ്സിറ്റിയുടെ വരെ ലൈസൻസ് അടിച്ചു പോകുന്ന കാര്യമാണ്. അതായത് വിസ റെഫ്യൂസൽ റേറ്റ് ലോവേർഡ് ഫ്രം അണ്ടർ 10% ടു അതൊരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസ റെഫ്യൂസൽ റേറ്റ് കുറച്ചു എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതൊരു എട്ടിൻ്റെ പണിയാണ്. കാരണം വെച്ചാൽ കൂടുതൽ യൂണിവേഴ്സിറ്റീസ് നിങ്ങളെ ഇൻ്റർവ്യൂസും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റെഫ്യൂസൽസിന് പകരം കൂടുതൽ റെഫ്യൂസൽ യൂണിവേഴ്സിറ്റി തന്നെ നേരിട്ട് തരും അതിനകത്തേക്ക്. പിന്നെ കോഴ്സ് എൻറോൾമെൻറ്റ് റേറ്റ്, അതായത് റേസ്ഡ് ഫ്രം 90 ടു അറ്റ്ലീസ്റ്റ് 95% എൻറോൾമെൻറ്റ് റേറ്റ് കൂട്ടി. അതൊക്കെ യൂണിവേഴ്സിറ്റിക്ക് ഫേവറായിട്ട് വരുവാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് യൂണിവേഴ്സിറ്റിക്ക് പരിപാടി, അതായത് കോഴ്സ് കംപ്ലീഷൻ റേറ്റ് കറൻ്റ്ലി സെറ്റ് ടു 85%. അവിടെ ഒരു പണി കിട്ടി. അതായത് 85% കോഴ്സ് കംപ്ലീഷൻ റേസ് പെർസെൻറ്റേജ് അത് 90%ലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓൾ അസസ്മെൻറ്റ് സബ്മിറ്റഡ് ഓൺ ഓർ ആഫ്റ്റർ 1 ജൂൺ 2027. അടുത്ത 27-നകത്ത് ഇതൊക്കെ യൂണിവേഴ്സിറ്റി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുമാത്രമല്ല റെഡ് ആംബർ ഗ്രീൻ റേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവരുവാണ്. അപ്പോൾ ഇനി യൂണിവേഴ്സിറ്റീസ് എടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയുടെ അതിൻ്റെ റേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ നോക്കണം. അതായത് ഗ്രീൻ റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വയർ പ്രീമിയർ സ്റ്റാൻഡേർഡ്സ് ഇൻക്ലൂഡിംഗ് എ വിസ റിഫ്യൂസൽ റേറ്റ് അണ്ടർ 4%, എൻറോൾമെൻറ്റ് അറ്റ് 96%, കോഴ്സ് കംപ്ലീഷൻ ഓവർ 92%. അതൊരു കുറച്ച് ഗുഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കും. അതായത് ആംബർ റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിഗർ മാൻഡറ്ററി ഹോം ഓഫീസ് ഇൻ്റർവെൻഷൻ, അതുപോലെ തന്നെ ബീസ്പോക്ക് ആക്ഷൻ പ്ലാൻസ് ആൻഡ് പൊട്ടൻഷ്യൽ ക്യാപ്സ് ഓൺ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് റിക്വയർമെൻറ്റ്സ്. ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാതിരിക്കുന്നതായിരിക്കും
ഇനി അതെടുത്താൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറച്ച് ഗുരുതരമായിരിക്കും. യൂണിവേഴ്സിറ്റി കംപ്ലയൻസ് ഫോളോ ചെയ്യാത്ത, അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് സ്റ്റുഡൻസ് വരുന്നവർ ക്ലിയറായിട്ട് കാര്യം മനസ്സിലാക്കി മാത്രമേ ഇനി UK വരാൻ പറ്റും. ഇപ്പോൾ വരുന്നില്ല, പൊതുവേ കുറവാണ് വരുന്നത്. വീണ്ടും ചില ഏജൻസീസൊക്കെ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുവരുന്നതല്ലാതെ വേറെ അങ്ങനെ ആൾക്കാരൊന്നും വരുന്നില്ല. പിന്നെ റെഡ് റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, സിഗ്നിഫൈസ് സീരിയസ് കംപ്ലയൻസ് ഫെയിലിയേഴ്സ് പുട്ടിംഗ് ദ യൂണിവേഴ്സിറ്റി അറ്റ് ഇമ്മീഡിയറ്റ് റിസ്ക് ഓഫ് ഹാവിംഗ് ഇറ്റ്സ് സ്പോൺസർഷിപ്പ് ലൈസൻസ് സസ്പെൻഡഡ് ഓർ റിവോക്ഡ്. അപ്പോൾ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ ഇനിയിപ്പോൾ, അതായത് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഇത്, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർ ഈ കാര്യം അറിയാതെ ഇനി ഇങ്ങോട്ട് വരണ്ട, വന്നു കഴിഞ്ഞാൽ പൈസ പോവും എന്നുള്ളത് മാത്രമാണ് കേട്ടോ. പിന്നെ അഡീഷണൽ കംപ്ലയൻസ് റെസ്ട്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻറ്റ് ക്വാളിറ്റി ഫ്രെയിംവർക്ക്. എനി ഇൻസ്റ്റിറ്റ്യൂഷൻ യൂട്ടിലൈസിംഗ് ഓവർസീസ് റിക്രൂട്ട്മെൻറ്റ് ഏജൻറ്റ്സ് മസ്റ്റ് ഫോർമലി സൈൻ അപ്പ് ഫോർ AQF ഫ്രെയിംവർക്ക് ടു എലിമിനേറ്റ് ഫ്രോഡുലന്റ് വിസ ട്രാക്കിംഗ്. അപ്പോൾ ഏജൻസിക്കും കൊടുത്തു പണി. അപ്പോൾ നാട്ടിൽ പോയിട്ട് എല്ലാ ഏജൻസിയിലും UK സ്റ്റുഡൻറ്റ് വിസ എടുക്കാൻ പോകുന്നവർക്ക് അങ്ങനെ ഇനി പോകരുത്. അതായത് AQF ഫ്രെയിംവർക്ക് രജിസ്റ്റേർഡ് ഏജൻസീസ് മാത്രം ഇനി നിങ്ങൾ ഇതെടുക്കുക, അത് മാത്രമായിട്ട് സ്റ്റുഡൻറ്റ് വിസ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി വരുന്നവർ. ഓക്കെ. പിന്നെ റിമോട്ട് ഡെലിവറി ക്യാപ്സ്. ഓക്കെ, അതായത് സ്പോൺസേർഡ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ടേക്കിംഗ് കോഴ്സ് ദാറ്റ് എക്സീഡ് 20% ഓഫ് റിമോട്ട് ഓൺലൈൻ ഡെലിവറി ത്രഷോൾഡ്. അതായത് ഓൺലൈൻ ക്ലാസ്സുകൾ അതിനൊരു ആ ഒരു പരിപാടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുൾ ഫേസ് ടു ഫേസ് ക്ലാസ്സുകളിലേക്ക് വരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ നോർമൽ വിസ ബ്രേക്സ്. ഹോം ഓഫീസ് എൻഫോഴ്സ് എ കംപ്ലീറ്റ് വിസ ബ്രേക്ക് ഓൺ എൻട്രി ക്ലിയറൻസ് അപ്ലിക്കേഷൻ ഫ്രം സ്പെസിഫിക് നാഷൻസ് ഡിമാൻഡിങ് ഹൈ റിസ്ക് അസൈലം. ഓക്കെ, ചില കൺട്രീസ്, അത് ഇൻക്ലൂഡിങ് പാകിസ്ഥാൻ അങ്ങനെയുള്ള പല കൺട്രീസിലുള്ള സ്റ്റുഡൻറ്റ് വിസയിലുള്ളവർക്ക് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇവിടെ അസൈലം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആണ് ഒരു ജൂൺ വന്നിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വെക്കുക. അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ് എൻഫോഴ്സ്മെൻറ്റ്. ഹോം ഓഫീസ് റൂൾ ഹാവ് ഇൻക്രീസ് സ്ക്രൂട്ടിനി ഓൺ എംപ്ലോയർ കംപ്ലയൻസ് ഇൻട്രൊഡ്യൂസിങ് സ്ട്രിക്റ്റ് സാലറി ക്രോപ്പ് ചെക്സ് ആൻഡ് വിസ ബ്രേക്ക് മെക്കാനിസം. അതായത് ഇവിടെ ഒരുപാട് അംബ്രല കമ്പനീസ് ഉണ്ടായിരുന്നു അല്ലേ. ഈ അംബ്രല കമ്പനീസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ കൊടുക്കും, പൈസയ്ക്ക് വിസ സെയിൽ ചെയ്യും. അപ്പോൾ ഇതിൽ വിസ എടുക്കുന്നവർക്ക് വിസ കിട്ടും, ജോലി ഉണ്ടാവില്ല. അപ്പോൾ ഇവർ പലവടെയും പണിയെടുത്ത് പോയി ഈ അതിൻ്റെ ടാക്സ് അടച്ച് ഒരു ദുരിത പരിപാടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ പരിപാടിക്കൊക്കെ പൂട്ട് വീണു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എംപ്ലോയേഴ്സിൻ്റെ എന്താ പറയുക HMRCയുമായിട്ട് ലിങ്ക് ചെയ്ത് ഹോം ഓഫീസ് തറവായിട്ട് നമ്മുടെ കമ്പനിയുടെ വരുമാനവും സാലറിയും എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. പണ്ടെല്ലാം ആനുവലി ഒരു ക്യാപ്പായിരുന്നു, ഇത്ര രൂപ നിങ്ങൾക്ക് ആനുവലി കൊടുത്താൽ മതിയായിരിക്കും എന്നുള്ളത്. ഇതിപ്പോൾ മന്ത്ലി ആക്കി, മന്ത്ലി കറക്റ്റായിട്ട് ആ ഒരു എമൗണ്ട് നിങ്ങൾ, അതായത് സാലറി, അതായത് ബേസിക് സാലറി അനുസരിച്ചുള്ള സാലറി നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ HMRC അത് റിപ്പോർട്ട് കൊടുക്കുന്നതനുസരിച്ച് ഹോം ഓഫീസ് നിങ്ങളുടെ വിസ റിവോക്ക് ചെയ്യാനും സ്പോൺസർഷിപ്പ് ലൈസൻസ് റിവോക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുന്നു. അതൊരു കിടിലം പണി എന്ന് വേണമെങ്കിൽ പറയാം കിട്ടിയിരിക്കുന്നു. ഇനി അപ്കമിങ് ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് 2026-2027 നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ILRൻ്റെ കാര്യം. അതായത് നമ്മൾ പറയാമല്ലോ, ILR ഏപ്രിലിൽ വരേണ്ട ILR നമുക്ക് അതൊരു ഓട്ടം ലാസ്റ്റ്, അതായത് ഒക്ടോബർ സെപ്റ്റംബറിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് അനുസരിച്ച് പാർലമെൻറ്റ് സ്ക്രൂട്ടിനി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ദ ഹോം സെക്രട്ടറി ആൻഡ് ഇമിഗ്രേഷൻ മിനിസ്റ്റർ കൺഫേം ദ പ്ലാൻ ഫൈനലൈസ് ദ കോൺട്രവേഴ്ഷ്യൽ ഏൺഡ് സെറ്റിൽമെൻറ്റ് പോളിസി ഇൻ ഓട്ടം 2026. ഓക്കെ, സോ അത് വരും. പക്ഷേ ഓട്ടത്തിൽ അനൗൺസ് ചെയ്താൽ ഓട്ടം തൊട്ട് തന്നെ വരുമോ എന്ന് അറിഞ്ഞുകൂടാ. ബട്ട് എനിവേ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഓട്ടത്തിലേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ ഒരു കാര്യം വരാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഗ്ലോബൽ ടാലൻറ്റ് പാത്വേ എന്നുള്ളതാണ്. അതായത് ജൂലൈ 1 ഗ്ലോബൽ ടാലൻറ്റ് പാത്വേ, അതായത് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിന് അതൊക്കെ പണ്ട് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് വീണ്ടും ആവർത്തിക്കുന്നില്ല, പഴയ നമ്മുടെ വീഡിയോസ് നോക്കിയാൽ മതി. ഗ്ലോബൽ ടാലൻറ്റ് പാത്വേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ ടാലൻറ്റ് അത് കൂടുതൽ കുറച്ച് ജോബുകളും കുറച്ചും കൂടി ഇളവുകളൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് യങ്സ്റ്റേഴ്സിന് ജോലി കൊടുക്കാനുള്ള ഒരു പദ്ധതി, എല്ലാം പണി മാത്രമല്ല ജോലി കൊടുക്കാനുള്ള പദ്ധതി അതിനകത്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ജൂലൈ 1 ഗ്ലോബൽ ടാലൻറ്റ് പാത്വേ റൂട്ട് ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് അറിയുന്നത് കേട്ടോ. അതുമാത്രമല്ല ഗ്രാജുവേറ്റ് റൂട്ട് വിസ കട്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം 1 ജനുവരി 2027. ഓക്കെ, 18 മന്ത്സേ കിട്ടുള്ളൂ ഇനി നെക്സ്റ്റ് ഇയർ തൊട്ട്. അതാണ് ഇതിനകത്ത്. പിന്നെ ILR ലാംഗ്വേജ് റിക്വയർമെൻറ്റ് കൊണ്ടുവരുന്നത് വെച്ച് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ഇംഗ്ലീഷ് ടെസ്റ്റിംഗ് വിൽ expand to indefinite leave to remain applicant starting 26 March 2027. അതായത് ഈ വർഷം ILR എടുക്കുന്നവരൊക്കെ അധിക ബുദ്ധിമുട്ടില്ലാതെ ILR എടുക്കാൻ പറ്റും. ഓക്കെ,
ഇനി നെക്സ്റ്റ് ഇയർ മാർച്ച് തൊട്ട് ILR എടുക്കാൻ പോകുന്നവർക്കൊക്കെ 8ന്റെ പണി വരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു പക്ഷേ ഇൻ്റർവ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഉണ്ട്. നമുക്ക് ലൈഫ് ഇൻ UKയുടെയും മറ്റു കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂസ് ഉണ്ട്. അതല്ലാതെ തന്നെ വേറെ വലിയ ഇൻ്റർവ്യൂസ് നമുക്ക് കാണാനോ കേൾക്കാനോ ഒന്നുമില്ല. പക്ഷേ 26 മാർച്ച് തൊട്ട് നല്ല കട്ടയ്ക്കുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് കൊണ്ടുവരുന്നു. അതുമാത്രമല്ല മേ ബി അതൊരു ഇൻ്റർവ്യൂ ലെവലിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു 26 മാർച്ച് 2027 അപ്പോഴും നമുക്കിപ്പോൾ ILR 10 ഇയേഴ്സിലേക്ക് ആക്കുന്ന പോലെ തന്നെ പണിയായിരിക്കും അതിനകത്ത്. കാരണം അതായത് ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് കത്തം ടാറ്റ ബൈ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാം. ഓക്കെ, സോ ഇതൊക്കെയാണ് കറൻ്റ്ലി ഉള്ള അപ്ഡേറ്റുകൾ, പുതിയ അപ്ഡേറ്റുകളൊക്കെ അതിനകത്ത് വന്നിരിക്കുന്നത്. ഇനി ആഞ്ചല റൈനർ പറഞ്ഞിരിക്കുന്ന വേറെ കാര്യമൊന്നുമല്ല, നേരെ ഓപ്പോസിറ്റാണ് ഹോം സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതായത് ILR കെയർ വർക്കേഴ്സിന് ഈ അടിച്ചേൽപ്പിക്കുന്ന പരിപാടി അത് പക്കാ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് വാദിച്ചിരിക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആളുകൾ വർദ്ധിക്കുന്നു. അതുമല്ല, ഇപ്പോൾ ലീഡർഷിപ്പ് റേസ് വരാൻ പോവാണ്. ലീഡർഷിപ്പ് റേസ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആഞ്ചല റൈനറിനെയൊക്കെ ആയിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെയൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം ILRൻ്റെ കേസിൽ നമ്മൾ ഫേവർ ചെയ്യുന്നവർ മാത്രം, ബാക്കിയൊക്കെ നമുക്ക് ഇരുട്ടടിയും എങ്ങനെ തലക്കടിച്ച് പുറത്താക്കാം എന്നുള്ളതാണ് അവരുടെ പ്ലാനുകൾ. സോ ഗൈസ്, മനസ്സിലാക്കി പ്രവർത്തിക്കുക. എനിവേ, ചെറിയ അപ്ഡേറ്റുകൾ തന്നതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.